എങ്ങനെയാണ് പില്ലോ ടെക്നിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുക? നിങ്ങൾ ഒരുപാട് പില്ലോ ടെക്നിക്സ് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു കൺഫ്യൂഷനിൽ എങ്ങനെ ചെയ്യാം? തലയണ എടുക്കുക, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തലയണ ചേർത്ത് പിടിക്കുക. ആ തലയണ നിങ്ങളുടെ പ്രപഞ്ചമോ ഇഷ്ടദൈവമോ ഇഷ്ട വ്യക്തിയോ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതായിട്ട് ചിന്തിക്കുക, ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് സ്വപ്നമാണ്, ആഗ്രഹമാണ് നിങ്ങൾക്ക് നിറവേറാനുള്ളത്, അത് നിറവേറ്റി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ പ്രപഞ്ചത്തോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ഇഷ്ട വ്യക്തിയോട് സംസാരിക്കുക, അതുപോലെ ആ തലയണോട് സംസാരിക്കുക. കാരണം പില്ലോ ടെക്നിക്ക് അൾട്ടിമേറ്റ് ഇതൊരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹം നടന്നിരിക്കുന്നത് അത് താങ്ക് യു പറയുക. താങ്ക് യു സോ മച്ച് എടാ, ഞാൻ നേടിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ വിവാഹം നടന്നിരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ ആ പില്ലോനെ പറയുക, ചേർത്ത് പിടിച്ച ശേഷം നിങ്ങൾ ആ രീതിയിൽ കിടന്നുറങ്ങുക. 3 കാര്യങ്ങൾ സംഭവിക്കും. 3 കാര്യങ്ങൾ: 1, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓഡിറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്. 2, നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിഷ്വൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ഫീൽ കൊടുക്കുന്നുണ്ട് മാക്സ്. അപ്പോൾ 3 മൊഡാലിറ്റിയും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് ഏറ്റവും പെട്ടെന്ന് സബ് കോൺഷ്യസിൽ അത് പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ, സാധനങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് മുതൽ തലയിണെടുക്കുക, കെട്ടിപ്പിടിക്കുക, മാക്സിമം ഫീൽ കൊടുക്കുക, ആ തലയിനോട് നന്ദി പറയുക, താങ്ക് യു സോ മച്ച്, ഞാൻ നടന്നിരിക്കുന്നു. ഈ ഇത് സംസാരിച്ചതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുക. കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടുവരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അതിന് അനുസരിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ടാവും. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. പിന്നെ മുതൽ പില്ലോ ടെക്നിക്ക് സിമ്പിളായിട്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ നടക്കട്ടെ. പിന്നെ കാണാം.